കേരളത്തിലെ പ്രതിപക്ഷത്തിന് കേന്ദ്ര സർക്കാരിനെ ഭയമോ? വി.ഡി. സതീശൻ നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തിൻ്റെ നിയമസഭയ്ക്കകത്തെയും പുറത്തെയും നിലപാടുകൾ കാണുന്ന ആർക്കും തോന്നാവുന്ന സംശയമാണ്. ബി.ജെ.പിയുടെ ഉണ്ടായിരുന്ന അക്കൗണ്ട് കൂടി പൂട്ടിച്ച മതേതര കേരളത്തോട് കേന്ദ്രത്തിന് എതിർപ്പുണ്ട് എന്നത് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളിക്കും അറിയാം. കേരളത്തിലെ ഇടത് സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അഥവാ ഇടത് ബദൽ കേന്ദ്രത്തിന് വലിയ വെല്ലുവിളിയുമാണ്. സ്വാഭാവികമായി സംസ്ഥാനത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക എന്നത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഇതിനായി അർഹതപ്പെട്ട കേന്ദ്രവിഹിതം നൽകാതെയും വായ്പാ പരിധി കുറച്ചും എല്ലാം പല തടസ്സങ്ങൾ കേന്ദ്രത്തിലെ ബി.ജെ.പി. സർക്കാർ ചെയ്തു വരുന്നു. എന്നാൽ പറന്നു പോകുന്ന കാക്കയ്ക്ക് വരെ കുറ്റം പറയാൻ നാവ് പൊന്തിക്കുന്ന പ്രതിപക്ഷ നേതാവിനും കൂട്ടർക്കും മാത്രം ഈ വിവരം ഇതേവരെ ബോധ്യമായിട്ടില്ലത്രേ. അഥവാ ബോധ്യമായാലും ഇല്ലെങ്കിലും കേന്ദ്രത്തിനെതിരെ തങ്ങൾ ഒരക്ഷരം മിണ്ടില്ല എന്ന നിലപാടിലാണവർ. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലെത്തിയ 18 UDF എംപിമാരിൽ ഒരാൾ പോലും സംസ്ഥാനത്തിന് വേണ്ടി ഒരക്ഷരം വാതുറന്ന് മിണ്ടിയതായി നമ്മൾ കേട്ടിട്ടില്ല. സംഘപരിവാറിന് ഏറാൻ മൂളുന്ന പണിയായിരുന്നു അവരവിടെ ചെയ്തു കൂട്ടിയത്. അഴിഞ്ഞു പോകുന്ന മുണ്ടൊന്ന് മുറുക്കി കൊടുക്കാൻ പോലും ഇരിക്കുന്ന കസേരയിൽ നിന്ന് എണീറ്റിട്ടില്ല എന്ന് സാരം. അതേ നിലപാടാണ് നിയമസഭയിലും പുറത്തും സതീശ സംഘം സ്വീകരിക്കുന്നതും. കേന്ദ്രത്തിനെതിരെ ഒന്നിച്ച് സമരം ചെയ്യാൻ ക്ഷണിച്ചാൽ കേട്ട മട്ടില്ല, വാതുറന്ന് സംസ്ഥാന താൽപ്പര്യത്തിന് വേണ്ടി ഉരിയാടില്ല എന്ന് ഇക്കൂട്ടർ എന്തോ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് സഭയിൽ കണ്ടതും. കേന്ദ്ര സർക്കാരിനെതിരായ പ്രമേയം ഐക്യകണ്ഠേന നിയമസഭ പാസാക്കി. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച പ്രമേയം പ്രതിപക്ഷത്തിൻ്റെ അഭാവത്തിലാണ് പാസാക്കിയത്. അതായത് സംഘപരിവാറിനെ ഭയന്നോ എന്തോ പ്രമേയത്തിന് മുമ്പ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഒളിച്ചോടി. ജനാധിപത്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവുമെല്ലാം സർക്കാരിൻ്റെ ഭാഗമാണെന്നും സംസ്ഥാന താൽപ്പര്യത്തിന് ഒന്നിച്ചു നിന്ന് പോരാടേണ്ടതുണ്ടെങ്കിൽ അതിന് തയ്യാറാകുക എന്നത് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണെന്നും എന്തുകൊണ്ടോ സതീശ സംഘത്തിന് മനസ്സിലാവുന്നതേയില്ല. ഇനി ധനമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കൂടി പരിശോധിക്കാം. ധനകാര്യ കമ്മീഷൻ ശുപാർശ കാറ്റിൽ പറത്തി ഗ്രാൻറ്റുകൾ തടഞ്ഞുവെക്കുന്ന കേന്ദ്ര നടപടി ഫെഡറലിസത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതാണ്. ഭരണഘടനാദത്തമായി സംസ്ഥാനങ്ങൾക്കുള്ള അധികാരങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികൾ എത്തിച്ചിരിക്കുന്നതെന്ന് പ്രമേയത്തിൽ വിമർശനമുന്നയിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങൾക്കും നിയമനിർമ്മാണ അധികാരങ്ങൾക്കും മേൽ വലിയ രീതിയിലുള്ള കടന്നുകയറ്റമാണ് അടുത്ത കാലത്ത് രാജ്യത്ത് നടന്നു വരുന്നത്. ഭരണഘടനാദത്തമായി സംസ്ഥാനങ്ങൾക്കുള്ള അധികാരങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികൾ എത്തിച്ചിരിക്കുന്നത്. 15ാം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനത്തിൻ്റെ വിഹിതം നിശ്ചയിച്ചപ്പോൾ തന്നെ വലിയ നഷ്ടമാണ് കേരളത്തിനുണ്ടായത്. അതിന് പുറമെയാണ് കമ്മീഷൻ്റെ അംഗീകരിക്കപ്പെട്ട ശുപാർശകളെ മറികടന്നുകൊണ്ട് കേന്ദ്രം കേരളത്തിൻ്റെ വായ്പാ പരിധി 2021-22 മുതൽ മുൻകാല പ്രാബല്യത്തോടെ വെട്ടിക്കുറച്ചത്. ഇതോടൊപ്പം ലഭിക്കേണ്ട ഗ്രാൻറ്റുകൾ തടഞ്ഞുവെക്കുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ ഫെഡറൽ സംവിധാനത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന നടപടികളാണെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് പ്രമേയത്തിൽ പറയുന്നു. കേന്ദ്രത്തിനെതിരായ പ്രമേയത്തെ പിന്തുണയ്ക്കാതിരിക്കാൻ നാടകം കളിച്ചിറങ്ങിപ്പോവുകയാണ് പ്രതിപക്ഷം ചെയ്തതെന്ന് കൂടി കെ.എൻ. ബാലഗോപാൽ ആരോപിച്ചു. പ്രമേയം ഐക്യകണ്ഠേന അംഗീകരിക്കേണ്ടി വരും, അതുകൊണ്ട് ഡൽഹിയിലിരിക്കുന്നവർക്ക് വിഷമം തോന്നുമെന്ന് കരുതിയാണ് ഇറങ്ങിപ്പോയതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിലെ അവസാന വാചകങ്ങൾ പ്രസക്തമാണ്. അതായത് സതീശ സംഘത്തിന് അഥവാ പ്രതിപക്ഷത്തിന് സംഘപരിവാറിനെ ഭയമാണ്. അതിപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പേടി പലതരത്തിലുണ്ടാവും. ഇ.ഡി. പേടി ഉണ്ടാവാം. നാളെ ചെന്ന് കയറേണ്ടടുത്ത് വെറുതെ വിമർശിച്ച് ശത്രുക്കളെ സമ്പാദിക്കേണ്ടതില്ല എന്ന കണക്കുകൂട്ടലാവാം. അതല്ലെങ്കിൽ മടിയിൽ കനമുള്ളതുകൊണ്ട് വഴിയിൽ പേടി കാണും. ഇതിലേത് പേടിയാണെങ്കിലും നാടിനു വേണ്ടി നിലപാടെടുക്കാൻ ആർജവുമില്ലാത്ത പ്രതിപക്ഷത്തോട് മലയാളിക്ക് തോന്നുക നിറഞ്ഞ പുച്ഛം മാത്രമാണ്.